തൃശൂർ മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ ഒരു തീരാ ദുഃഖത്തിലും ആശങ്കയിലും ഒക്കെ തന്നെയാണ് നമ്മളെല്ലാവരും. പോരാവേശത്തിനായി ഒരുങ്ങി നിന്ന ഒരു നാട്, ഒരു ദേശം, അവർക്ക് മുന്നിലേക്കാണ് വെള്ളടി പോലെ ഒരു ദുരന്തം ഉണ്ടായത്. ഇന്ന് ഈ തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ നിർണായകമായ ദിവസമാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് നമുക്കൊപ്പം ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മുൻ മന്ത്രിയും CPI നേതാവുമായ ശ്രീ VS സുനിൽകുമാറാണ്. നമുക്ക് അദ്ദേഹത്തെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ VS സുനിൽകുമാർ. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ദുഃഖം തളംകെട്ടി നിൽക്കുന്ന സമയമാണ്. ഈ വെടിക്കെട്ട് ദുരന്തമുണ്ടായി ഇതിപ്പോൾ രണ്ടാമത്തെ പകലാണ്. ഇപ്പോഴും അവിടെ തിരച്ചിലും കാര്യങ്ങളും ഒക്കെ പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഇനിയും തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുണ്ട്, കാണാതായ 4 പേരുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്ന ഒരു വശത്ത്. മറ്റൊരിടത്ത് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ യോഗങ്ങൾ ചേരുന്ന ദിവസമാണ് ഇന്ന്. 2 ദേവസ്വങ്ങളും സർക്കാരുമൊക്കെയും ചേരുന്ന യോഗം. ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു പൂരം നടത്തിപ്പായിരിക്കുമോ, അതോ ഈ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കി ചടങ്ങ് മാത്രമാക്കിയുള്ള ഒരു പൂരം നടത്തിപ്പാക്കുമോ? ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രായോഗികം ശ്രീ VS സുനിൽകുമാർ. അതിനു മുമ്പ് ഇന്ന് വളരെ ദാരുണമായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ ഇതുവരെ തിരിച്ചറിയാനും ബോഡി കിട്ടാതിരിക്കുകയും ചെയ്യുന്ന തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കമ്മിറ്റിയിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കുറേ കാലങ്ങളായി പ്രവർത്തിക്കുന്ന മരണപ്പെട്ടിരിക്കുന്ന ഗിജി, അദ്ദേഹത്തിൻ്റെ അമ്മ ഇന്നലെ പുലർച്ചെ 2:30 മണിക്ക് മരണപ്പെട്ടു പോവുകയും ചെയ്തിരിക്കുന്ന ഒരു ദാരുണമായ സംഭവം കൂടി ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ഒരു വളരെ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ പൂരത്തിൻ്റെ ചടങ്ങുകളിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ദേവസ്വങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അവർ പൂരത്തിൻ്റെ കൊടിയേറ്റം നടത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂരത്തിൻ്റെ ചടങ്ങുകൾ നടത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ചടങ്ങുകൾ എത്രമാത്രം ആഘോഷത്തോടു കൂടി നടത്തണമോ ആഘോഷമില്ലാതെ നടത്തണമോ എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഉള്ള ചർച്ചകൾ നല്ല നിലയിൽ നടക്കുന്നുണ്ട്. 2 ദിവസത്തിൽ ഞാനിപ്പോൾ രാവിലെ തിരുവമ്പാടി ദേവസ്വത്തിൽ നടക്കുന്ന, അവിടെ സ്ഥിരമായി നടക്കുന്ന കുടസമർപ്പണ ചടങ്ങിൽ പങ്കെടുത്ത് ഞാൻ ഇവിടെ തിരിച്ചെത്തിയത്. അപ്പോൾ ആ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. പഴയതുപോലെ ആഘോഷത്തോടു കൂടിയല്ല നടക്കുന്നത്. പൂരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന നിരവധി ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ അവിടെ അതിൻ്റേതായ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും മുമ്പൊക്കെ നടക്കുന്നത് വലിയ ആഘോഷമായിട്ട് നടക്കുന്ന പരിപാടിയാണെന്ന് വളരെ ലളിതമായ രീതിയിൽ അവരവിടെ സംഘടിപ്പിക്കുകയായിരുന്നു. ആൾക്കൂട്ടങ്ങളധികം ഇല്ലാത്ത രീതിയിലാണ്. അപ്പോൾ ദേവസ്വങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ളൊരു പ്രശ്നം, ഇതിൻ്റെ പൂരത്തിൻ്റെ കൊടിയേറ്റം നടന്നു കഴിഞ്ഞാൽ പിന്നീട് പൂരം അതിൻ്റെ ചടങ്ങോടുകൂടി സമാപിക്കുക എന്നുള്ളതൊരു അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ എന്നാൽ ഈ ഇത്രയും ആളുകൾ മരിച്ചു കിടക്കുമ്പോൾ അതെങ്ങനെ നടത്തണം? അപ്പോൾ വെടിക്കെട്ട് എന്തായാലും നടത്തേണ്ടതില്ല എന്ന തീരുമാനം അവരെടുത്തിട്ടുണ്ട്. വെടിക്കെട്ട് നടത്താനും പ്രയാസമായിരിക്കും. സാമ്പിൾ വെടിക്കെട്ട് ഇപ്പോൾ ഇന്ന് നാളെയൊക്കെ ആയിട്ട് സമയ പ്രദർശനങ്ങളൊക്കെ തന്നെ വലിയ ആഘോഷമായി നടക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ വളരെ ലളിതമായ രീതിയിൽ നടത്താനും ഒക്കെ ആയിരിക്കും അവർ ആലോചിക്കുകയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ സർക്കാരുമായി ആലോചന നടത്തി ദേവസ്വങ്ങൾ അതെല്ലാം ഉചിതമായ ഒരു തീരുമാനം എടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ കൊടിയേറ്റം കഴിഞ്ഞാൽ ഓരോ ദിവസവും വലിയ നിങ്ങൾ മീഡിയകളടക്കമുള്ള ആളുകളുടെ വൻ സന്നാഹത്തോടു കൂടി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഓരോ സന്ദർഭങ്ങളും ചടങ്ങുകളും അതിൻ്റെ ആഘോഷ പരിപാടികളും അത് പൊലിപ്പിച്ച് ഗംഭീരമാക്കുന്ന ഒരു രീതിയാണ് തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. അവസാനം 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതിൻ്റെ ഫൈനൽ ചടങ്ങിൻ്റെ അവസാനമുള്ള ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെയുള്ള എല്ലാ പരിപാടികളും ആ രീതിയിൽ പൊലിപ്പിച്ചു നടക്കുന്ന ഒരു പൂരത്തിൻ്റെതായ രീതിയിലൊരു പൊലിമ തീർച്ചയായിട്ടും ആ രീതിയിൽ നടത്താൻ 2 ദിവസങ്ങൾക്കും പ്രയാസമായിരിക്കും. കാരണം പ്രത്യേകിച്ച് തിരുവമ്പാടി ദേവസ്വത്തിലെ ബന്ധപ്പെട്ട പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള വലിയ ദുഃഖം എല്ലാ ആളുകൾക്കും ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. എന്നാൽ അതേ സമയത്ത് അവർക്ക് ഒരു ദേവസ്വം എന്ന നിലയിലൊരു മതപരമായ അല്ലെങ്കിൽ ഒരു ആചാരം എന്ന നിലയിൽ നടത്തുന്ന ഒരുപാട് ചടങ്ങുകൾ അത് നടത്തുന്ന എങ്ങനെയായിരിക്കണം, അത് ജനവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും നിർവഹിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ ദേവസ്വവുമായി സംസാരിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞിരിക്കുന്ന കാര്യം. എന്തായാലും ഇന്ന് മന്ത്രിമാർ നടത്തുന്ന യോഗത്തിൽ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതനുസരിച്ച് പരസ്പരം സഹകരിച്ച് ജനങ്ങളുടെയും കൂടി ഹിതം മനസ്സിലാക്കിക്കൊണ്ടുള്ള തീരുമാനം ഇന്ന് 10 മണിക്ക് നടക്കുന്ന
മീറ്റിംഗിൽ തീരുമാനം ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ വി എസ് സുനിൽകുമാർ, നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ എവിടെ പോവുകയും അവിടുത്തെ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം ഒരു വർഷത്തെ പൂരം കഴിഞ്ഞതിൻ്റെ പിറ്റേ നാൾ മുതൽ തന്നെ അടുത്ത വർഷത്തേക്കുള്ള പണികൾ തുടങ്ങുന്നു. അപ്പം എത്ര ഈ അവസാന ഘട്ടം എത്തി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ദുരന്തം ഉണ്ടായതും അതൊരു സങ്കടമായി നിലനിൽക്കുന്നതും. ശ്രീ വി എസ് സുനിൽകുമാർ, ഇനിയിപ്പം അറിയേണ്ടത് ഇനി ശരിക്കും ഈ ദുരന്ത കാരണം എന്താണ് എന്നുള്ളതാണ്. ഇപ്പം കനത്ത ചൂടല്ല കാരണമെന്ന് പെസോ ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഈ പരിശോധനാ ഫലമടക്കം ഈ വിഷയത്തിൽ ഇനി വരേണ്ടതുണ്ട്. അപ്പം മാനദണ്ഡങ്ങളിലൊക്കെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടാകുമോ? കാര്യം ഇന്നലെ പാറമേക്കാവിന് വേണ്ടി വെടിക്കെട്ട് നിർമ്മിക്കുന്ന മുതലമടയിലടക്കം അനധികൃത പടക്കശേഖരം കണ്ടെത്തുകയും സ്റ്റോപ്പ് മെമ്മോ നൽകിയതും ഒക്കെ സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങേക്ക് എന്താ മനസ്സിലാവുന്ന ഒരു കാര്യം? അല്ല, ഇതിനകത്ത് നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ ഈ പെസോന്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നിട്ട് 37-36 ഡിഗ്രി ചൂടുള്ള സമയത്ത് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും സ്ഫോടന സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചതിൽ അവർ പറയുന്ന അങ്ങനെ സാധ്യതയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, അവിടെ ഈ മരുന്ന് ഇടിക്കുന്നതിന് വേണ്ടി ഒരു ടെമ്പററി കണക്ഷൻ എടുത്തിട്ടുണ്ട്. ആ കണക്ഷനിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇലക്ട്രിക്കൽ വിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ശാസ്ത്രീയമായ പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ വെടിക്കെട്ട് നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഒരു കാരണവശാൽ അവിടെ നിരോധിതമായിട്ടുള്ള ഒരു തരത്തിലുള്ള കെമിക്കലും അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവർ ആണയിട്ട് പറയുന്നത്. അത് വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ മറ്റെന്താണ് മാർഗം, അല്ലെങ്കിൽ അങ്ങനെ വരാനിടയാക്കിയ സാഹചര്യം എന്താണെന്നുള്ളത് ശാസ്ത്രീയമായ ഒരു പരിശോധന ആവശ്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കുന്നു, മജിസ്റ്റീരിയൽ രീതിയിലുള്ള വേറൊരു അന്വേഷണം നടക്കുന്നു, പോലീസ് അന്വേഷണം നടക്കുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ അന്വേഷണം നടത്തി ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ചാലല്ലാതെ നമുക്ക് പുറത്തു നിന്നും ഒരു ഊഹം വെച്ചുകൊണ്ട് നിഗമനത്തിലെത്താൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ ചില ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെങ്കിലും നമ്മളിപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് വളരെ സുരക്ഷിതമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ 2016 മുതൽ പാലിച്ചു വരുന്നുണ്ട്. അത് അവിടെ പൂരം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് മാഗസിനിൽ നിന്നും എത്ര മീറ്റർ ദൂരെയായിരിക്കണം ഫയർ ലൈൻ വരേണ്ടത്, ഫയർ ലൈനിൽ നിന്നും എത്ര ദൂരെയായിരിക്കണം ആളുകൾ നിൽക്കേണ്ടത്, അവിടെ ബാരിക്കേഡ് തുടങ്ങിയത് കൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. കാരണം ഇപ്പം ഈ വെടിക്കെട്ട് അപകടം അതിപ്പോ നമ്മുടെ നാട്ടിൽ ആദ്യത്തെ ഒരു സംഭവമല്ല. കഴിഞ്ഞ 25 വർഷത്തിനിടെ മാത്രം കേരളത്തിൽ വലുതും ചെറുതുമായിട്ട് 750-ലധികം വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഈ കണക്ക്. ഈ അപകടങ്ങളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം 450-ലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ ഉള്ളപ്പോഴാണ് ശ്രീ വി എസ് സുനിൽകുമാർ അങ്ങിപ്പോൾ പറഞ്ഞു തുടങ്ങിയതുപോലെ ഇപ്പൊ തിങ്കളാഴ്ച ഈ അപകടമുണ്ടായ മുണ്ടത്തിക്കോട്ടെ പടക്ക നിർമ്മാണ ശാലകൾ തമ്മിൽ കൃത്യമായ അകലമില്ല. അവിടെ ഒരു ആംബുലൻസിന് അപകടമുണ്ടായാൽ എത്താൻ പാകത്തിന് ഒരു വഴി പോലും ഇല്ല. അപ്പം ഒരു ആലോചന പോലും ഇല്ലാതെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള പരിപാടികളല്ലേ ഇതൊക്കെ? ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞത് ഈ 2016 ഉണ്ടായിട്ടുള്ള പുറ്റിങ്ങൽ, അതിന് മുമ്പുണ്ടായ പുറ്റിങ്ങൽ വെടിക്കെട്ടിനെ തുടർന്ന് 2016 തൃശ്ശൂർ പൂരത്തിനാണല്ലോ അനുമതി കൊടുത്ത ഏക സ്ഥലം. അന്ന് അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ. അന്നത്തെ മന്ത്രിയായിരുന്ന സമയത്ത് ഇവിടുത്തെ MLA ആയി നിന്നുകൊണ്ട് ആ പൂരം വെടിക്കെട്ട് നടത്തിയ ഒരാളാണ്. അന്ന് പെസോ പറഞ്ഞ പരിപൂർണമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, അതായത് പൂരത്തിൻ്റെ ഡിസ്പ്ലേ നടക്കുന്ന വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ഒരു അപകടവും പറ്റാതിരിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഒരുപാട് പ്രതിഷേധം ഉണ്ടായിരുന്നു. ജനങ്ങൾ പറഞ്ഞു അങ്ങനെ ശരിയാ, ഞങ്ങൾ ഇത്ര അകറ്റി നിർത്താൻ പാടില്ല, ഞങ്ങൾക്ക് വെടിക്കെട്ട് കാണാൻ കഴിയുന്നില്ല, ഞങ്ങൾ എന്തിനാണ് വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങളെ ജനപ്രതിനിധികളായി നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾക്കെതിരായിട്ട് വലിയ പ്രതിഷേധം ഉണ്ടായിട്ട് പോലും കർക്കശമായിട്ട് അത് 2016 മുതൽ പാലിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ വെടിക്കെട്ട് നിർമ്മാണ സ്ഥലത്ത് നടക്കുന്ന യാതൊരു ശാസ്ത്രീയതയും ഇല്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ എങ്ങനെ നിയന്ത്രിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട. കാരണം ഇപ്പോൾ നമുക്ക് ഒരു വെടിക്കെട്ട് നിരോധിക്കണം എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ സർക്കാരിന് ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ നിരോധിക്കാനൊന്നും പെട്ടെന്ന് കഴിയുന്ന കാര്യമാണ്. നിരോധനം മീൻസ് ഈ വെടിക്കോപ്പുകളുടെ നിർമ്മാണം തന്നെ വേണ്ട എന്ന് വെക്കണോ, വെടിക്കെട്ട് വേണ്ട എന്ന് വെക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ പല ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ കരിമരുന്നും വേണ്ട എന്ന അഭിപ്രായങ്ങളൊക്കെ വളരെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരണോ എന്ന ചർച്ചകളൊക്കെ നടക്കുമ്പോൾ തന്നെ പ്രായോഗികമായി ഇപ്പം നിലവിലുള്ള നിയമം
ആ നിയമപ്രകാരമുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകൾ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. പലയിടങ്ങളിലും ഉണ്ടാകുന്ന അനധികൃതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള പ്രായോഗികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലാണ് 2018 കേരളത്തിൻ്റെ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഇതിൻ്റെ മാനുഫാക്ചറിങ് പാർക്ക് ഉണ്ടാക്കണം എന്ന ഒരു തീരുമാനം, ഒരു പ്രഖ്യാപനം ബഡ്ജറ്റുണ്ടായി. ഞങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭയിലാണ്. അത് പ്രകാരം കേരളത്തിൽ ഇത്തരത്തിലുള്ള വെടിക്കെട്ട് നിർമ്മാണ രംഗത്തുള്ള അപകടം ഒഴിവാക്കാൻ വേണ്ടി പെസയുടെ കർശനമായിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമാക്കിക്കൊണ്ടുള്ള ഒരു പാർക്ക് നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി മുന്നോട്ട് വച്ചിരുന്നു. അത് പല കാരണങ്ങളാൽ തടസ്സപ്പെട്ടു പോയതാണ്. അതിൻ്റെ പിന്നിൽ പല അഭ്യൂഹങ്ങളും ഉയർന്നു. കാരണം ശിവകാശിയിലുള്ള ലോബിയാണ് ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു നിർമ്മാണശാല ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പിന്നിൽ അതിനെ ടോർപ്പിഡോ ചെയ്തതെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ എനിക്കതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ നടക്കുന്ന വളരെ പ്രാകൃതമായ രീതിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പടക്ക നിർമ്മാണശാല ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കപ്പെടും. ഇവിടെ തന്നെ അവിടേക്ക് ആംബുലൻസ് വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ആംബുലൻസ് വരാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളത് നമ്മളെപ്പോഴാണ് അറിയും? നമ്മളെല്ലാവരും അവിടെ പോയി നോക്കുന്നവരാണോ? നമ്മൾ ഈ പടക്ക നിർമ്മാണശാലയിൽ ഒന്നും പോയി നോക്കുന്നവരല്ല. ഡിസ്പ്ലേ നടക്കുന്ന സ്ഥലത്ത് ഞങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ മാനുഫാക്ചറിങ് സ്ഥലത്ത് നമ്മളവിടെ പോകാൻ പോലും നമുക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പരിശോധിക്കേണ്ട ആളുകൾ പരിശോധിക്കേണ്ടതാണ്. ആ പരിശോധിക്കുക മാത്രമല്ല, അങ്ങനെ പരിശോധന കർക്കശമാക്കിയാൽ മാത്രമേ ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വളരെ ഇന്നത്തെ ലോകത്ത് നമ്മളിപ്പോൾ ചൊവ്വയിലേക്ക് പോലും പിന്നെ ചന്ദ്രനിലേക്ക് പോലും ഒക്കെ ആളുകൾ പോകുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ അപകടം കൂടാതെ വെടിക്കോപ്പുകൾ നിർമ്മിക്കാൻ കഴിയില്ല. 10,000-15,000 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കുന്ന ടെക്നോളജി ഉള്ള നമ്മുടെ രാജ്യത്ത് നമുക്കിവിടെ വെടിക്കോപ്പ് നിർമ്മിക്കുന്നതിന്റെ കാര്യത്തിൽ ഇപ്പോൾ പുരാതനമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള സാങ്കേതിക വിദ്യ മാത്രം അവിടേക്ക് ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാം. അതായത് 2006 പാറമേക്കാവ് പരിസരത്ത് വെടിക്കെട്ട് അപകടമുണ്ട്. 2006 കാലം എന്ന് പറയുമ്പോൾ ഞാനൊക്കെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ഒരു അപകടം. ഇന്നത് 20 വർഷങ്ങൾക്ക് ഇപ്പുറം നടക്കുന്ന അപകടത്തിനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കാലാനുസൃതമായിട്ട് നമ്മളൊക്കെ എത്രയോ മാറി. ഒരു 20 വർഷം കൊണ്ട് മനുഷ്യൻ എത്ര കണ്ടു മാറി. പക്ഷേ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്കൊന്നും ഒരു സാങ്കേതിക വിദ്യയും വികസിച്ചിട്ടില്ല. അതൊക്കെ പണ്ടത്തെ അതേ രീതിയിൽ തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പം അങ്ങ് കൃത്യമായി തന്നെ അത് പറയുകയും ചെയ്തു. അല്ല, അതാണ് കറക്റ്റ്. അതായത് നമ്മളെന്താണ് ഈ സാങ്കേതിക വിദ്യ അഡോപ്റ്റ് ചെയ്യുന്നത് എന്താണ് കുഴപ്പം? അപ്പോൾ അതിന് നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് അത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തന്നെ ഉണ്ടായിരുന്നൊരു പ്രൊപ്പോസൽ അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ പ്രൊപ്പോസൽ പുനരുജ്ജീവിപ്പിച്ച ശേഷം ഇവിടുത്തെ അന്ന് ഞങ്ങൾ തൃശ്ശൂരിൽ ഈ മാനുഫാക്ചേഴ്സിനെ മുഴുവൻ വിളിച്ചതാണ്. എല്ലാ മാനുഫാക്ചേഴ്സിനും വിളിച്ചു. പെസോയുടെ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ വന്ന് ഞങ്ങളൊരു ഇവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് 150-150 വരുന്ന ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കാര്യം മാത്രം ചർച്ച ചെയ്താണ്. മാനുഫാക്ചറിംഗ് രംഗത്ത് നമുക്ക് എങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ അവലംബിക്കണം, അതെങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ അപകടരഹിതമായ രീതിയിൽ തൊഴിൽ നൽകുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് അപകടമില്ലാതെ നടത്താൻ കഴിയുക. ഇപ്പോൾ 2016 മുമ്പ് ഉപയോഗിച്ചിരുന്ന വെടിക്കോപ്പ് ഉപയോഗിക്കുന്നില്ലല്ലോ. അന്ന് ഉപയോഗിച്ചിരുന്ന കുഴിമിന്നലും അതുപോലെ തന്നെ ഡൈനാമിറ്റൊക്കെ എന്ന് പറയുന്നത് 100 കണക്കിന് കിലോ ഭാരമുള്ളത് കൊണ്ടുവന്ന് പൊട്ടിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പണ്ടൊക്കെ പറയുന്നത് കേട്ടിരിക്കുന്നത് ഇതിനോടൊപ്പം ഈ മുകളിലേക്ക് പോയി പൊട്ടുന്നതിനോടൊപ്പം കുരങ്ങുകളെയും പ്രാവുകളെയൊക്കെ പറത്തി വിടുന്ന കുരങ്ങുകളൊക്കെ തന്നെ ഈ പാരച്യൂട്ട് പോലെ തൂങ്ങി നിന്ന് ഇറങ്ങി വരുന്ന രീതിയിലൊക്കെ ഉള്ള പല കാര്യങ്ങളും നടത്തിയതൊക്കെ ആയിട്ട് പണ്ട് കാലത്ത് പറയുന്നുണ്ട്. 300 കിലോ 400 കിലോ തൂക്കമുള്ള ഡൈനാമിറ്റ് മുകളിൽ പോയി പൊട്ടിച്ചിരുന്നു. 2016 ശേഷം അത് വളരെ ചെറിയതാക്കി 10-1 ചുരുക്കിയില്ലേ. 10-1 ഒരു 100-1 ചുരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് ജനങ്ങൾ അംഗീകരിച്ചല്ലോ. അപ്പോൾ വെടിക്കെട്ട് എന്ന് പറയുന്നത് നിരോധിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. അതിൻ്റെ ശബ്ദമാണെങ്കിലും അതിൻ്റെ വർണ്ണവിസ്മയമാണെങ്കിലും അത് ഏറ്റവും ഭംഗിയായി ജനങ്ങൾക്ക് നയനാനന്ദകരമായ രീതിയിൽ അപകടരഹിതമായ രീതിയിൽ നമ്മളിതൊക്കെ പോകുന്ന ആസ്വദിക്കാനല്ലേ. നമ്മൾ അപകടത്തിൽപ്പെട്ട് റിസ്ക് എടുത്ത് പോയിട്ട് മരണം മുന്നിൽ കണ്ടുകൊണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യമല്ല വെടിക്കെട്ട്. വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വളരെ സുരക്ഷിതമായി കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും പോയി നിന്ന് ആഘോഷിച്ച് ആസ്വദിച്ച് വരാവുന്ന രീതിയിൽ ഇത്തരം വെടിക്കെട്ടുകളാണെങ്കിലും മറ്റേത് ആഘോഷമാണെങ്കിലും, ഇപ്പോൾ നമ്മൾ വെടിക്കെട്ട് മാത്രമല്ലല്ലോ, ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് 10,000-കണക്കിന് ആളുകൾ വരുന്നു. അവിടെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായാലും ആളുകൾക്ക് അപകടം സംഭവിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ 2016 അവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പദ്ധതി തന്നെ, ഒരു രേഖ തന്നെ ഞങ്ങൾ അംഗീകരിച്ചു. എങ്ങനെയായിരിക്കണം ആളുകളെ കൈകാര്യം ചെയ്യണം. തൃശ്ശൂർ റൗണ്ട് എന്ന് പറയുന്നതിന് വരുന്ന റോഡുകൾ ഏതൊക്കെയാണ്, ആ റോഡുകളിലൂടെ ഏത് ഭാഗത്തു കൂടെയാണ് ആളുകൾ വരേണ്ടത്, ഏത് ഭാഗത്തു കൂടെയാണ് ആൾ ഒഴിഞ്ഞു പോകേണ്ടത്, ഏത് ഭാഗത്തു കൂടെ ആംബുലൻസ് വരണം, ഏത് ഭാഗത്തു കൂടെ പോലീസ് വാഹനങ്ങൾ പ്രവേശിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള സകല കാര്യങ്ങളിലും കൃത്യമായി രേഖകൾ, അതിന് ഡയഗ്രാം വരച്ച് അന്ന് കാലത്ത് പ്രിപ്പയർ ചെയ്ത് വളരെ വിദഗ്ധന്മാരായ ആളുകളെ വെച്ചുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനം 2016 ഉണ്ടാവുന്നത്. അതിനു മുമ്പ് അത് ഉണ്ടായിരുന്നില്ല.
അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമുക്കുണ്ടാകുന്ന ദുരന്താനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റം എല്ലാ രംഗത്തും വേണ്ടി വരും. അത് വെടിക്കെട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിലാണെങ്കിലും അത് അനിവാര്യമാണ്. അപ്പം നമ്മളിപ്പോൾ ആചാരലംഘനം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കല്ല ഞാൻ ഈ പറയുന്നത്. ഇവിടെ ഉണ്ടാകേണ്ടതായിട്ടുള്ള ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ അപകടങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം. ഇതിപ്പം കേരളത്തെ സംബന്ധിച്ച് ആദ്യത്തെ അപകടമല്ല. നേരത്തെയും സമാനമായ രീതിയിൽ പല അപകടം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പറഞ്ഞ പോലെ 2006 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നതിനപ്പുറം സർക്കാരുകൾക്കും വീഴ്ച പറ്റിയിട്ടില്ല ഈ കാര്യത്തിൽ. കാര്യം ഈ വെടിക്കെട്ടിനും ആന എഴുന്നള്ളിപ്പിനും ഒക്കെ കർശന നിയന്ത്രണവുമായി കേന്ദ്ര സർക്കാരും കേരള ഹൈക്കോടതിയൊക്കെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചപ്പോഴും ഇവിടെ ഇടത് വലത് ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ആചാര സംരക്ഷകരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ കേരള ഹൈക്കോടതിയൊക്കെ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നുവെങ്കിൽ പിന്നീടുണ്ടായ അപകടങ്ങളൊന്നും ഈ ഇല്ലാതാക്കുവാൻ കഴിയുമായിരുന്നില്ലേ? അല്ല, അതിനകത്ത് എല്ലാം നമ്മളെല്ലാം സർക്കാരിൻ്റെ തലയിൽ വെക്കുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. സർക്കാർ മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നിശ്ചയിക്കും. സർക്കാർ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വെടിക്കെട്ട് നിർമ്മാണശാലയിലേക്ക് നമ്മുടെ എല്ലാ വിഷ്വൽ മീഡിയകളും അവിടേക്ക് പോയി. സത്യത്തിൽ അവിടെ പോകേണ്ട കാര്യം എന്താ? വെടിക്കെട്ട് നിർമ്മിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആനച്ചമ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോകുന്ന പോലെ അവിടെ പോകേണ്ട കാര്യമുണ്ടോ? അവിടെ നമ്മളെല്ലാവരും പോകുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട. വാസ്തവത്തിൽ അവിടെ നടക്കുന്ന ഡിഫക്റ്റുകൾ റിപ്പോർട്ട് ചെയ്യാണ് വേണ്ടതെന്ന്. പക്ഷെ നമ്മളൊക്കെ ഇതിനകത്തുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പല ആളുകളും മറ്റുള്ളൊരു തലയിൽ കുറ്റം ചാരിയിട്ടല്ല പോകേണ്ടത്. ഇതിനകത്തുള്ള പ്രശ്നം ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പൂരം നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഉത്തരവ്. തൃശ്ശൂർ പൂരം ഇന്ന് ഇതുപോലെ നടക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം സുപ്രീം കോടതിയുടെ വളരെ വിശദമായൊരു ഉത്തരവാണ്. അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ രാത്രികാല വെടിക്കെട്ടാണെങ്കിലും പകൽ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരവിറക്കിയിരിക്കും സുപ്രീം കോടതിയാണ്. അപ്പോൾ കോടതിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തം എന്ന് പറയാൻ പറ്റുമോ? സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റുകൾ നടപ്പാക്കുന്ന നിബന്ധനകൾ പാലിക്കാനാണല്ലോ എല്ലാവരും ശ്രമിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ നിബന്ധന എല്ലാവരും ലംഘിക്കാൻ ശ്രമിക്കാറില്ല. എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ 2016 പ്രശ്നം ഉണ്ടായപ്പോൾ നിബന്ധന പാലിക്കാൻ വേണ്ടി അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പെസോ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വെടിക്കെട്ട് നടത്തണമെങ്കിൽ ഈ തൃശ്ശൂർ റൗണ്ടിൽ ഒരു ഹൈഡ്രൻറ്റ് സ്ഥാപിച്ചാലേ വെടിക്കെട്ട് നടത്താൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ വെടിക്കെട്ടിന് അനുമതി തരില്ല. ഞങ്ങൾ 72 മണിക്കൂറിനകത്ത് ഹൈഡ്രൻറ്റ് സ്ഥാപിച്ചിട്ടാണ് അവിടെ വെടിക്കെട്ട് നടത്തിയത്. അല്ലെങ്കിൽ പെസോയുമായിട്ടും കേരള സർക്കാർ ഇടപെട്ട് വേണമെങ്കിൽ ആ ഹൈഡ്രൻറ്റ് ഒഴിവാക്കാൻ വരുന്നല്ലോ. ഞങ്ങൾ ഒഴിവാക്കിയില്ലല്ലോ. അന്ന് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹൈഡ്രൻറ്റ് സ്ഥാപിച്ചുകൊണ്ട് വെടിക്കെട്ട് നടത്തുന്ന സുരക്ഷ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഗവൺമെൻറ്റുകൾ എപ്പോഴും വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്ന ആളുകൾ പാലിക്കുക എന്നുള്ളതും, നിബന്ധനകൾ പല വെടിക്കെട്ടുകളും ഇപ്പോൾ ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം നിഷേധിക്കുന്ന വെടിക്കെട്ടുകളുണ്ട്. ഇത് വെടിക്കെട്ട് നടത്താൻ കഴിയില്ല. അവർ നേരെ കോടതിയിൽ പോകുന്നു, കോടതിയിൽ ഉത്തരവ് വാങ്ങുന്നു. അപ്പോൾ ആരാണ് ഉത്തരവാദി? ആ ഉത്തരവ് വാങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ്റിന് അത് നടപ്പാക്കാൻ ബാധ്യതയില്ലേ? അപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇതിനകത്തുള്ള ഉത്തരവാദിത്വം ഒഴിഞ്ഞു പോകുകയല്ല വേണം, നമ്മളെല്ലാവരും കൂടി. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ 2016 വെടിക്കെട്ട് നടത്തിയപ്പോൾ 200 മീറ്റർ അപ്പുറത്തേക്ക് ആളുകൾ നിർത്തിയിട്ട് വെടിക്കെട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചപ്പോൾ വലിയ എതിർപ്പായിരുന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിയും മുന്നോട്ട് വെച്ച കാര്യം, ഞങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇത്രയും അകലെ നിൽക്കുന്ന വെടിക്കെട്ടിൽ നിന്ന് കാണുന്ന പരിപാടിയിൽ മാറ്റി 45 മീറ്റർ തൊട്ടടുത്ത് നിന്ന് വെടിക്കെട്ട് കാണാൻ അവസരം കൊടുക്കുന്നതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് കൂടെ ഒന്ന് പ്രസംഗിച്ചത്. അപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ കാണേണ്ടത്. നമ്മൾ ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് പാലിക്കേണ്ടതായ ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ്. അത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും നടത്തിപ്പുകാരായിരിക്കും ദേവസ്വം ആണെങ്കിലും നമ്മളെല്ലാവരും ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ഇതിലേർപ്പെടുന്ന ആളുകളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം ഒരു വലിയ വിവാദം ഉണ്ട്. അത് ആനകൾ തമ്മിലുള്ള അകലം എന്തായിരിക്കണം. അപ്പോൾ ആനകൾ കൂട്ടിമുട്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. കൊണ്ടുവന്ന നിബന്ധന എന്തായിരുന്നു? 10 മീറ്റർ അകലം വെച്ച് നിൽക്കണം എന്ന് പറയാണ്. 10 മീറ്റർ അകലം വെച്ച് ആനകൾ തമ്മിൽ നിന്നാൽ ആനയുടെ ഉത്സവം നടത്താൻ പറ്റില്ല. ആനയുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ, മേളക്കാർ ഇത്ര മീറ്റർ അകലം നിൽക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ബാരിക്കേഡ് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റം തന്നെ തകരാറിലാക്കുന്ന രീതിയിലേക്കാണ് ചില നിബന്ധന വയ്ക്കുന്നത്. അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല വേണ്ടത്. സുരക്ഷിതത്വവും പ്രായോഗികതയും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള നിബന്ധനകൾ വെക്കാൻ കഴിയുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാവണം. പല ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവിടെ ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന വെടിക്കോപ്പുകൾ ഇവിടെ ഏറ്റവും സുരക്ഷിതമായിട്ട് മാഗസിൻ ഉള്ളത് തിരുവമ്പാടിക്കും പാറമേക്കാവിനാണ്.
അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ മാഗസിൻ അവിടെയാണ് ഇരിക്കുന്നത്. ആ ഉണ്ടാക്കിയെടുത്ത് അപ്പം തന്നെ ഇവിടെ കൊണ്ടുവയ്ക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. പക്ഷേ ചില ഉദ്യോഗസ്ഥന്മാർ പുതിയ റൂൾ ഉണ്ടാക്കിയിരിക്കുകയാണ്, അവിടെ അങ്ങനെ കൊണ്ടുവയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കൊണ്ടുവയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ സംഭവിച്ചാണ് അവിടെ അത്രയും സംഗതി വെടിക്കോപ്പോൾ അവിടെ ഒരുമിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടല്ലേ. അപ്പോൾ പലപ്പോഴും ഈ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി, അതിന്റെ പ്രായോഗികമായ കാര്യങ്ങളെപ്പറ്റി ഒന്നും മനസ്സിലാക്കാതെ പറയുന്ന പോലെ തന്നെ പല വിഷയങ്ങളും ഇതിന് പിന്നിലുണ്ട്. നമുക്ക് ആകെ ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പം അങ്ങേക്ക് എല്ലാവിധ ആശംസകളും. ഒപ്പം താങ്ക് യു, നമുക്കൊപ്പം ജോയിൻ ചെയ്തതിന്. ഇന്നൊരു നല്ല ദിവസം കൂടി ആശംസിക്കുന്നു.